കലോത്സവമായ ഗണപതിഗിട്ട് 2020 ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഗുണവാരിതേ നീ ഗുരുവാകണം, തുണയായി നീ തണലാകണം. അറിവേ വെളിച്ചം, നിറവേ തെളിച്ചം, അവിരാമമകതാരിൽ കുടികൊള്ളണം. ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, മുൻ വർഷങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലാണ് നാം ഇപ്പോൾ. കോവിഡ് എന്ന മഹാമാരി കുട്ടികളുടെ സാധാരണ സ്കൂൾ വിദ്യാഭ്യാസത്തിന് തടയിട്ടിരിക്കുകയാണ്. എങ്കിലും അവരുടെ പഠന പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി ഓൺലൈനായി നടന്നു വരുന്നുണ്ട്. പാഠ്യപ്രവർത്തനങ്ങൾ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് പാഠ്യേതര പ്രവർത്തനങ്ങളും. ശാസ്ത്രമേളയും പ്രവൃത്തി പരിചയമേളയും ഇതിനകം തന്നെ അർത്ഥവത്തായ രീതിയിൽ നമ്മുടെ സ്കൂളിൽ സംഘടിപ്പിച്ചു കഴിഞ്ഞു. കുട്ടികളുടെ സർഗവാസനകളെ പരിപോഷിപ്പിക്കുന്ന വേദികളായിരുന്നു സ്കൂൾ കലോത്സവ വേദികൾ. എന്നാൽ നിലവിലുള്ള സാഹചര്യത്തിൽ നമ്മുടെ സ്കൂളിൽ വെച്ച് സ്കൂൾ കലോത്സവം സംഘടിപ്പിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് നവംബർ 29 മുതൽ ഡിസംബർ 7 വരെ വർണ്ണപ്പകിട്ട് എന്ന പേരിൽ ഓൺലൈനായി നമ്മുടെ സ്കൂൾ കലോത്സവം സംഘടിപ്പിച്ചിരിക്കുകയാണ്. നല്ല ഒരു ദൃശ്യവിരുന്നാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ്. സഹപാഠികളിൽ നിന്നും വിട്ടുനിൽക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ അവരുടെ കലാവിരുന്ന് ഓൺലൈനായി പങ്കുവെക്കുക വഴി കുട്ടികളിൽ സന്തോഷത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ദീപം തെളിയിക്കാൻ സാധിക്കും എന്ന് ഞങ്ങൾ കരുതുന്നു. രക്ഷിതാക്കളുടെ അകമഴിഞ്ഞ സഹകരണവും പിന്തുണയും നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ സ്കൂൾ കലാമേള നല്ല വിജയമാക്കി മാറ്റാൻ നമുക്കൊരുമിച്ച് പ്രയത്നിക്കാം. അർപ്പണബോധമുള്ള നമ്മുടെ അധ്യാപകരുടെ നേതൃത്വവും രക്ഷിതാക്കളുടെ പിന്തുണയും ഒത്തുചേരുമ്പോൾ നമ്മുടെ സ്കൂൾ കലോത്സവം എല്ലാ അർത്ഥത്തിലും വിജയം കൈവരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ കലാവിരുന്നിലേക്ക് ഏവരെയും ആദരവോടെ സസ്നേഹം സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട കിഴക്കേക്കര ഈസ്റ്റ് ഗവൺമെന്റ് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീ ശശീന്ദ്രൻ സർ, സീനിയർ അസിസ്റ്റന്റ് ശ്രീ മനോജ് സർ, SRG കൺവീനർ സുനിത ടീച്ചർ, സ്റ്റാഫ് സെക്രട്ടറി മിനിമോൾ ടീച്ചർ, മറ്റ് LP UP ഹൈസ്കൂൾ ലെവൽ കൺവീനേഴ്സ്, പ്രിയപ്പെട്ട അധ്യാപകരെ, രക്ഷകർത്താക്കളെ, എത്രയും പ്രിയപ്പെട്ട എൻ്റെ കുഞ്ഞനിയന്മാരെ, അനുജത്തിമാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനുജ അകത്തൂട്ട് കവിതകൾ എഴുതാറുണ്ട്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ കൃഷി ഗവേഷണ കേന്ദ്രത്തിൽ ശാസ്ത്രജ്ഞയായി ജോലി നോക്കുകയാണ്. ഈ കോവിഡ് കാലത്ത് നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഇരിക്കുകയാണെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ സംഘടിപ്പിക്കുന്ന കലാമേളയുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചതിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. കോവിഡ് കാലമായതുകൊണ്ട് എല്ലാവരും അവരവരുടെ വീടുകളിൽ തന്നെയാണ്. നിങ്ങൾക്ക് സ്കൂളിൽ പോലും പോകാൻ പറ്റുന്നില്ല. ഒരുപാട് നാളായി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങളുടെ കൂട്ടുകാരെ കണ്ടിട്ട് നോട്ട്സും അതുപോലെ മറ്റു ക്ലാസ്സുകളെല്ലാം TV-യിലൂടെയോ അല്ലെങ്കിൽ വാട്സാപ്പ് വഴിയോ അല്ലെങ്കിൽ വീഡിയോ വഴിയോ ഒക്കെയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സമയത്ത് നിങ്ങളിലുള്ള കലാവാസനകൾ പരിപോഷിപ്പിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി പരിപാടികൾ സംഘടിപ്പിക്കുക എന്നുള്ളത് നിങ്ങൾക്കും നിങ്ങളുടെ ടീച്ചേഴ്സിനും ഒരു വെല്ലുവിളിയാണ്. കാരണം സ്കൂളിൽ വന്നാലല്ലേ പരിപാടികൾ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ സ്കൂളിൽ പോലും വരാൻ പറ്റാത്തൊരവസ്ഥയിൽ എങ്ങനെ ഇത് അവതരിപ്പിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മത്സരങ്ങൾ സംഘടിപ്പിക്കാം, നിങ്ങൾക്ക് കവിത പാടാനും നിങ്ങൾക്ക് വരയ്ക്കാനും നൃത്തം ചെയ്യാനും ഒക്കെയുള്ള അവസരങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നിങ്ങളുടെ ടീച്ചേഴ്സും ഒക്കെ ആലോചിച്ചതിന്റെ ഫലമാണ് ഈ പരിപാടി. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? വീട്ടിലിരുന്ന് ഈ കലാമേളയ്ക്ക് പല പല പരിപാടികളുണ്ട്. അപ്പൊ നിങ്ങളുടെ ടീച്ചർമാർ നിങ്ങളോട് പറയും, മാപ്പിളപ്പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, ചിത്രം വരയ്ക്കുന്നുണ്ട്, കവിത എഴുതുന്നുണ്ട്. അപ്പൊ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് സൗകര്യമുള്ളതുപോലെ നിങ്ങളുടെ മൊബൈലിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ ഒക്കെ നിങ്ങളുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ കൊണ്ട് ഇത് റെക്കോർഡ് ചെയ്യിപ്പിച്ച് നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കും. അപ്പോൾ അവരത് നോക്കി അതിലേറ്റവും നല്ലത് മാത്രമല്ല, നിങ്ങൾ പങ്കെടുക്കുക എന്നുള്ളതാണ് അതിന്റെ
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാവർക്കും ഇപ്പൊ എല്ലാ കാര്യങ്ങളിലും നന്നായി ചെയ്യാനുള്ള കഴിവ് ഉണ്ടാവണം എന്നില്ല. ചിലർക്ക് പാട്ട് പാടാനുള്ള കഴിവായിരിക്കും, ചിലർക്ക് കവിത എഴുതാനുള്ള കഴിവായിരിക്കും, ചിലർ നന്നായി പഠിക്കുന്നവരുണ്ടാവും, ചിലർ ചിത്രം വരയ്ക്കുന്നവരുണ്ടാകും, ചിലർക്ക് ഓടാനും ചാടാനും ഒക്കെ ആയിരിക്കും കഴിവ്. പക്ഷെ എന്താണെങ്കിലും നമ്മൾ ഇത്തരം കലാമേളകളിൽ പങ്കെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ കലാമേളകളിൽ പങ്കെടുക്കണം എന്ന് പറയുന്നത്? കാരണം ഇപ്പൊ എല്ലാവർക്കും സ്റ്റേജിന് മുമ്പിൽ ചെന്ന് പെട്ടെന്ന് കുറച്ച് സംസാരിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പലർക്കും പേടിയുണ്ടാവും അല്ലെ? സ്കൂളിൽ പോയി പെട്ടെന്ന് എല്ലാവരുടെയും മുമ്പിൽ നിന്ന് എന്തെങ്കിലും പാട്ട് പാടാൻ പറഞ്ഞാൽ പാട്ട് പാടാൻ അറിയുമായിരിക്കും, എന്നാലും എല്ലാവരുടെയും മുമ്പിൽ നിന്ന് പാടാൻ ഒരു പേടിയുണ്ടാവും. അപ്പൊ അത്തരം ചെറിയ ചെറിയ പേടികളെ നമ്മൾ സ്കൂൾ കാലത്തിലെ അതിനെ അതിജീവിച്ചാലാണ് മുന്നോട്ട് പോകുന്നതോറും നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസവും മറ്റുള്ളവരെ നേരിടാനുള്ള ഒരു ധൈര്യവും പുതിയ കാര്യങ്ങൾ അറിയാനുള്ള ഒരു അഭിവാഞ്ചയും ഒക്കെ ഉണ്ടാകുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ എഴുതിയ ഒരു കവിതയുടെ ഒരു ചെറിയ ഭാഗം, നിങ്ങൾ ചെറിയ കുട്ടികൾ മുതൽ വലിയ കുട്ടികൾ വരെ ഉണ്ട്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കവിതകൾ, കുറച്ച് മുതിർന്നവർക്കുള്ള കവിതകളാണ് ഞാൻ എഴുതാറ്. എന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്ന കവിതയുടെ ഒരു ചെറിയ ഭാഗം, ഒരു പെരുമഴക്കാലം എന്ന എന്റെ കവിതയിലെ ഒരു ചെറിയ ഭാഗം ഞാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുകയാണ്. ചെറുമഴക്കാലം. ചെറുപൂവിതളിനെ പതിയെ നനച്ചാറ്റി ചെറുമൺതരിക്കുടം നിറയെ തുളുമ്പിച്ചും ചെറുപുൽക്കൊടിത്തുമ്പിൽ പവിഴം പതിപ്പിച്ചും ചെറുകാറ്റലത്തൊട്ടിൽ താളത്തിൽ താരാട്ടിയും പഴയ പാട്ടാൽ നാടൻ തോറ്റത്തിനീണം ചേർത്തും ഇവിടെ പുലർന്നൊരാ ചെറിയ മഴക്കാലം അമ്മയും ഞാനും മാത്രമുള്ളൊരീ ചെറുവീട്ടിൽ വന്നു പോകാറുണ്ടെന്ന ചെറിയ മഴക്കാലം. അമ്മയും ഞാനും മാത്രമുള്ളൊരീ ചെറുവീട്ടിൽ വന്നു പോകാറുണ്ടെന്ന ചെറിയ മഴക്കാലം. രക്ഷിതാക്കളെ, കുട്ടികളെ, പ്രിയ അധ്യാപകരെ, നമ്മൾ ഇന്ന് ഓൺലൈനിലൂടെ കലോത്സവം നടത്തി തുടങ്ങുകയാണ്. ഡിസംബർ 7-ാം തീയതി വരെ ഈ കലോത്സവം മുന്നേറും. നമ്മുടെ ഇന്നത്തെ ഈ കലോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത യുവ സാഹിത്യകാരി ശ്രീമതി അനൂജ അകത്തൂട്ടാണ്. നമ്മുടെ സ്കൂളിൻ്റെ കലാപരമായ മേന്മയ്ക്കും മികവിനും വേണ്ടി ഈ കലോത്സവ പരിപാടികളിൽ എല്ലാവരും സജീവമായി പങ്കെടുക്കും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഉത്തമമായ ഒരു കലാ സാന്നിധ്യമുള്ള മനസ്സിൽ ഉത്തമനായ മനുഷ്യൻ രൂപപ്പെട്ടു വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ നമ്മുടെ നാടിൻ്റെ സർവ്വതോന്മുഖമായ പുരോഗതിയും സാഹിത്യ സാംസ്കാരിക മേഖലകളിലെ മുന്നേറ്റവും നിങ്ങളിലൂടെയാണ് നടക്കേണ്ടത്. മാനസികോല്ലാസത്തിനും കലാവൈഭവത്തിനും ഈ കലാമേളയെ എല്ലാവരും വഴിവിളക്കാക്കി മാറ്റുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഈ കലോത്സവത്തിന് എല്ലാവിധ ഭാവുകങ്ങളും ആശംസിക്കുന്നു. നന്ദി. പ്രിയമുള്ളവരെ, ലോകം നേരിടുന്ന ഈ കോവിഡ് പ്രതിസന്ധികൾക്കിടയിലും നമ്മൾ നടത്തുന്ന ഓൺലൈൻ കലോത്സവത്തിൽ ആവേശപുരസ്സരം പങ്കെടുക്കുന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ, പ്രിയ അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയ രക്ഷിതാക്കളെ, ഏറ്റവും പ്രിയങ്കരായ വിദ്യാർത്ഥികളെ, കുട്ടികളുടെ സർഗപരവും കലാപരവുമായ ഭാവനകളെ തൊട്ടുണർത്തുന്ന സർഗവിദ്യാലയമാണ് ഈസ്റ്റ് ഹൈസ്കൂൾ. ഈ കോവിഡ് പശ്ചാത്തലത്തിലും കുട്ടികളുടെ മാനസിക ഉല്ലാസം ലക്ഷ്യമാക്കി അവരിലുള്ള കലാഭിരുചി കണ്ടെത്തുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനുമുള്ള ഒരു വേദി ഒരുക്കുകയാണ് ഓൺലൈൻ കലാമേളയിലൂടെ. ഓരോ കുട്ടികളിലുമുള്ള സർഗാത്മ ഭാവന ചിറക് വിടർത്തി ചിത്രങ്ങളായും വർണ്ണങ്ങളായും രാഗതാളങ്ങളായും പറന്നുയരാൻ ഈ ഓൺലൈൻ കലാമേള ഒരു വേദിയായി തീരട്ടെ എന്ന് സർവ്വവിധ ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ടീച്ചർ. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ സ്കൂളിൽ നടക്കേണ്ട ഒരു പ്രവർത്തനത്തിനും കുറവ് വരാതെ മത്സരങ്ങളും മേളകളും എല്ലാം നമ്മൾ ഓൺലൈനായിട്ട് നടത്തി വരികയാണ്. അപ്പോൾ അത് ഓൺലൈൻ
മത്സരത്തിൽ പങ്കെടുത്ത് നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ വിജയാശംസകൾ നേരുന്നു. സ്നേഹം നിറഞ്ഞ എൻ്റെ കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം ആശ ടീച്ചർ. കലാമേളയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കുട്ടികൾക്കും സ്നേഹം നിറഞ്ഞ ആശംസകൾ അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കലോത്സവങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ഉത്സവമാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ സ്കൂളിൽ വളരെ ആഘോഷമായി നടത്തിയിരുന്ന നമ്മുടെ കലോത്സവം ഇന്നത്തെ സാഹചര്യത്തിൽ ഓൺലൈനായി നാം നടത്തുകയാണ്. കാലത്തിൻ്റെ മാറ്റത്തിന് വിധേയമായി പഠനോപകരണങ്ങളും ഡിജിറ്റലാകുമ്പോൾ കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കേണ്ടത് അതേ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയാണ്. പഠനത്തോടൊപ്പം വിവിധ മേഖലകളിലും യശസ്സ് കൈവരിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുകയാണ് ഈ കലോത്സവത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ലോകത്താകമാനം മാറ്റങ്ങൾക്ക് വിധേയമാക്കിയ ഈ കാലഘട്ടത്തിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന സാങ്കേതിക വിദ്യയുടെ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തി ഈ അധ്യയന വർഷത്തെ കലയുടെ ഉത്സവം നമുക്ക് ഉന്മേഷമുള്ളതാക്കാം. ഈ കലോത്സവത്തിന് ആശംസ അർപ്പിച്ച എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. ഈ കലോത്സവത്തിൻ്റെ വിജയത്തിനായി പരിശ്രമിക്കുന്ന എല്ലാ അധ്യാപകർക്കും ആശംസകൾ അർപ്പിക്കുന്നു. ഈ കലോത്സവത്തിന് ആശംസ അർപ്പിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. സ്നേഹപൂർവ്വം, മിനി ടീച്ചർ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജനക ശങ്കർ. കിഴക്കേക്കര ഈസ്റ്റ് ഹൈസ്കൂളിലെ സ്കൂൾ കലോത്സവം ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നത്തെ പരിമിതമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് കുട്ടികളിലെ കലാവാസനയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലൊരു ഉദ്യമത്തിന് മുതിരുന്നത് വളരെ അഭിനന്ദനീയമായൊരു കാര്യമാണ്. ഇതിൻ്റെ അണിയറ പ്രവർത്തകരായ എല്ലാ അധ്യാപകർക്കും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുന്നു. നന്ദി.